സീബ്രകൾ വെളുത്ത ശരീരത്തിൽ കറുത്ത വരയുള്ളതാണോ അല്ലെങ്കിൽ കറുത്ത ശരീരത്തിൽ വെളുത്ത വരയുള്ളതാണോ? നമുക്ക് വളരെ രസകരമായി തമാശയായിട്ട് തോന്നാവുന്ന ഒരു കാര്യമാണെങ്കിലും ഒരു കൺഫ്യൂസായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു റിയൽ ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണത്, ഒരു ചോദ്യം തന്നെയാണത്. യഥാർത്ഥത്തിൽ സീബ്രകൾക്ക് കറുത്ത ശരീരത്തിൽ വെളുത്ത വരകൾ ഉണ്ടാവുകയോ വെളുത്ത ശരീരത്തിൽ കറുത്ത വരയാണ് ഉണ്ടാവുകയോ ചെയ്യുക എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സയൻസ് ഫാക്റ്റാണ്. അപ്പോൾ നമുക്ക് അത്തരം ധാരാളം സയൻസ് ഫാക്റ്റുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാനലാണ്. നമുക്ക് മനസ്സിലാക്കാം, പഠിക്കാം, അതുപോലെ നല്ല നല്ല ജനറൽ നോളജുകളും ലഭിക്കുന്ന ചാനലാണ് ഇത്. ഇതിലിങ്ങനെയുള്ള ശാസ്ത്രീയമായ വിഷയങ്ങളെക്കുറിച്ചാണ് നമുക്കിവിടെ പ്രതിപാദിക്കുന്നത്. എല്ലാവർക്കും അത് ഉപകരിക്കപ്പെടുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉത്തരം വെളുത്ത വരകളുള്ള കറുത്തതായിട്ടുള്ള ഒരു ജീവിയാണ് സീബ്ര. നമുക്ക് കാണുന്ന കാഴ്ചയ്ക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് വെളുത്ത ശരീരത്തിൽ കറുത്ത വരയായിട്ട് നമുക്ക് തോന്നിയേക്കാം. ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ സീബ്രയുടെ കറുപ്പും വെളുപ്പുമുള്ള എല്ലാ രോമങ്ങളും മെലനോസൈറ്റ് കോശങ്ങൾ അടങ്ങിയ ഫോളിക്കുകളിൽ നിന്നാണ് വളരുന്നത്. എന്നാൽ ഈ കോശങ്ങൾ എല്ലാ മൃഗങ്ങൾക്കും പൊതുവേ ഉണ്ട്. ചർമ്മത്തിനും അതിൻ്റെ മുടിക്കും നിറം നൽകുന്ന പിഗ്മെന്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രാഥമികമായിട്ട് ഈ മെലനോസൈറ്റുകളാണ് ഉത്തരവാദികളാകുന്നത്. അപ്പോൾ പിഗ്മെന്റ് അത് പുറത്തേക്ക് കാണിക്കുന്നതാണ്. പിഗ്മെന്റുകൾ അത് പുറത്തേക്ക് കാണിക്കുന്നു. ഇപ്പൊ സീബ്രയില് അതിന്റെ രാസ സന്ദേശവാഹകരായിട്ട് ഏത് മെലനോസൈറ്റുകളാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്, ഇപ്പൊ ഏത് വിഭാഗത്തിലാണ് അതിന്റെ പിഗ്മെന്റുകൾ വിതരണം ചെയ്യപ്പെടുന്നത് എന്നാണ് നിർണയിക്കുന്നത്. അങ്ങനെ സീബ്രയ്ക്ക് കറുപ്പും വെളുപ്പും ഒരു പാറ്റേൺ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സീബ്രയിൽ വെളുത്ത വരകൾ കാണുന്നത് മെലാനിൻ്റെ അഭാവത്തെ, അതിൻ്റെ ഇല്ലായ്മയെ, മെലാനിൻ്റെ കുറവിനെയാണ് കാണിക്കുന്നത്. വെള്ള എന്നത് ഒരു പിഗ്മെന്റ് ഒന്നുമല്ല, മെലാനിൻ്റെ കുറവാണ്. ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള ഒരു നിറം എന്നത് സീബ്രകൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു നിറം എന്നത് കറുപ്പാണ്. ഇപ്പൊ ഇതിന്റെ രോമങ്ങൾക്ക് താഴെ ഒരു സീബ്രനെ കംപ്ലീറ്റ് ആയി ഷേവ് ചെയ്താൽ കറുത്ത ഒരു ജീവിയായിട്ടാണ് കാണുക. അതിന്റെ തൊലി കറുപ്പായിരിക്കും. ഇപ്പൊ ഷേവ് ചെയ്യപ്പെട്ട സീബ്ര ഒരു വരയുമില്ലാതെ നോക്കുകയാണെങ്കിൽ കറുത്ത ഒരു മൃഗമാണ്. അപ്പോൾ ഉത്തരം നമുക്ക് കിട്ടിയല്ലോ. ഇനി ഇതിന്റെ കൂടെ നമുക്ക് പറയാനുള്ളത്, എല്ലാ ജനുവരി 31, നമുക്ക് ഇന്ന് 22 വരാൻ പോകുന്ന എല്ലാ ജനുവരി 31 എല്ലാ വർഷവും അന്താരാഷ്ട്ര സീബ്ര ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. കൊച്ചുകുട്ടികൾക്കും വിജ്ഞാന കുതികളായിട്ടുള്ള ആളുകൾക്കും അറിവിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി മാക്സിമം ഈ ഒരു ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ധാരാളം ബൊട്ടാണിക്കലായിട്ടുള്ളതും ബയോളജിക്കലായിട്ടുള്ളതായ എല്ലാ വിധത്തിലുമുള്ള സയൻറ്റിഫിക് കാര്യങ്ങളും ഇവിടെ നമുക്ക് പ്രതിപാദിക്കാവുന്നതാണ്. നന്ദി.